الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായിട്ടുള്ള റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം കഴിവിൻ്റെ പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റഹ്മത്തും അല്ലാഹുവിൻ്റെ ബർക്കത്തും സദാസമയവും നമ്മളിലെല്ലാം വർഷിക്കുമാറാകട്ടെ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം നഫ്സിനെക്കാളും കൂടുതൽ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാകുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, പ്രവാചകരെ, ഞാൻ എന്നെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയെയാണ്. അള്ളാഹുവിൻ്റെ റസൂല് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തിരുത്തി കൊടുത്തു പറയുന്നു, ഉമർ, ഇപ്പോഴും വിശ്വാസം പൂർണ്ണമായിട്ടില്ലേ? സ്വന്തത്തെക്കാളേറെ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം നഫ്സിനെക്കാളും കൂടുതൽ ആരെ സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള മറുപടിയിൽ സംശയലേശമന്യേ നമുക്ക് ഉത്തരം നൽകാൻ കഴിയണം. അള്ളാഹുവിൻ്റെ റസൂലിനെ എന്ന ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിക്കുന്നുണ്ട്. കുൽ, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുർആനിന്റെ 3-ാം അധ്യായം ആലു ഇംറാൻ സൂറത്തിന്റെ 31-ാമത്തെ വചനമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിരുത്തി നെഞ്ചിൽ കൈവച്ച് ശരിക്കും ഒന്ന് വായിച്ചു നോക്കേണ്ട ഒരു വചനം കൂടിയാണത്. നബിയെ പറയുക. ഒരു പറ്റം ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, പ്രവാചകരെ, അങ്ങയെ ഞങ്ങൾക്കേറെ ഇഷ്ടമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല വചനം അവതരിപ്പിച്ചു കൊടുത്തിട്ട് പറയാണ്, നബിയെ പറയുക, കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, അതായത് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക. അങ്ങനെയെങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ
അള്ളാഹു തആല നിങ്ങൾക്ക് പൊറുത്തു തരും എന്നാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാവാരിധിയുമാണ്. നോക്കൂ നിങ്ങൾ, എപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇഷ്ടം നമുക്ക് പൂർത്തിയാവുക? അല്ലെങ്കിൽ എപ്പോഴാണ് അത് ശരിയായ രൂപത്തിലാകുന്നത്? അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ സുന്നത്തുകളെ നിഷേധിച്ച് നടക്കുമ്പോഴാണോ? ആ സുന്നത്തുകൾ അനുഷ്ഠിക്കേണ്ടതിന് പകരം ബിദ്അത്തുകൾ അനുഷ്ഠിക്കുമ്പോഴാണോ? അല്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ ഒരു രക്ഷിതാവിനോട്, ഒരു ഉപ്പയോട്, ഒരു ഉമ്മയോട് മകന് അല്ലെങ്കിൽ മകൾക്ക് നല്ല ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ നന്നായി പരിപാലിക്കുന്ന, അവരെ നോക്കുന്ന, അവർക്ക് വേണ്ട കടമകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ചു കൊടുക്കുന്ന, അവർ പഠിപ്പിച്ച വഴിയിൽ അവർ പറഞ്ഞത് അനുസരിക്കുന്ന ഒരു മകനും മകളും ആകുമ്പോഴല്ലേ അള്ളാഹിൻ്റെ റസൂലിനോട് ഇഷ്ടമുണ്ട് എന്ന് പറയാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾക്ക് പകരം ബിദ്അത്തുകൾ അനുഷ്ഠിക്കുക, അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അനുഷ്ഠിക്കുക. ഇപ്പൊ ഖുർആൻ തന്നെ പറയണം, ആവർത്തിച്ച് പറയാണ്, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം, റസൂലുള്ളാഹിനെ അനുസരിക്കണം ഏത് കാര്യത്തിലും. അതിനപ്പുറത്തേക്കൊന്നില്ല. ഖുർആൻ തന്നെ പറയാണ്, ഇതേ സൂറത്തിൽ തന്നെ 3-ാം അധ്യായം ആലോ ഇമ്രാൻ സൂറത്തിന്റെ 32-ാമത്തെ വചനത്തിലും 132-ാമത്തെ വചനത്തിലും, 4-ാം അധ്യായം സൂറത്ത് നിസാഇന്റെ 59-ാമത്തെ വചനത്തിലും 65-ാമത്തെ വചനത്തിലും 69-ാമത്തെ വചനത്തിലും, 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 92-ാമത്തെ വചനത്തിലും, 8-ാം അധ്യായം സൂറത്ത് അൻഫാലിന്റെ 1-ാമത്തെ വചനത്തിലും 20-ാമത്തെ വചനത്തിലും, 46-ാമത്തെ വചനത്തിലും, 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെ 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെ 54-ാമത്തെ വചനത്തിലും, 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിന്റെ 33-ാമത്തെ വചനത്തിലും, പരിശുദ്ധ ഖുർആന്റെ 64-ാം അധ്യായം സൂറത്ത് തഗാബുനിന്റെ 12-ാമത്തെ വചനത്തിലൊക്കെ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾക്ക് അള്ളാഹിന്റെ റഹ്മത്ത് ആവശ്യമുണ്ടോ? അള്ളാഹിന്റെ കാരുണ്യം ആവശ്യമുണ്ടോ? അങ്ങനെയെങ്കിൽ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, അള്ളാഹിനെ അനുസരിക്കുക, റസൂലുള്ളാഹിനെ അനുസരിക്കുക. അപ്പൊ അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണോ അത് നിരുപാധികം അനുസരിക്കുന്ന ഒരു സമൂഹം, ആ ഒരു ജീവിതം, അതാണ് അള്ളാഹു തആലയുടെ ഇഷ്ടം നമുക്ക് ലഭിക്കാൻ കാരണമായി തീരുന്ന പ്രവൃത്തി എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കേണ്ട മറ്റൊരു കാര്യമാണ് സഹോദരന്മാരെ, സഹോദരിമാരെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര സമയമുണ്ട്? ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ഓരോ ഷുഗലുകളിലാകുമ്പോൾ, തിരക്കുകളിലാകുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ് 24 മണിക്കൂർ കൊണ്ട് ഒന്നും ആവൂല കേട്ടോ എന്ന്. ശരിക്കും ലോകത്ത് വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച, വൈജ്ഞാനികമായ നവോത്ഥാനങ്ങൾ സൃഷ്ടിച്ച വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ എടുത്തു നോക്കൂ. അല്ലെങ്കിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് പൗരാണിക പണ്ഡിതന്മാർ, ഈ അടുത്ത കാലങ്ങളിൽ ജീവിച്ചു മരിച്ചുപോയ മഹാപണ്ഡിതന്മാരൊക്കെ എടുത്തു നോക്കൂ. അവർക്കൊക്കെ 24 മണിക്കൂർ തന്നെ ആയിരുന്നു. നമുക്കും അത് തന്നെയാണ്. പക്ഷേ എന്തോ ഒരു സാധനം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ബർക്കത്താണ്. സമയത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയണം? ഇപ്പൊ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരുപാട് നിഅമത്തുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ അള്ളാഹിന്റെ റസൂൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു അനുഗ്രഹമാണ് നിഅമതാനി മഅബൂനുൻ, 2 മഹാ അനുഗ്രഹങ്ങൾ. മനുഷ്യരിൽ അധികം ആളുകളും ആ 2 അനുഗ്രഹങ്ങളെ കുറിച്ച് അശ്രദ്ധാലുക്കളാണ്. ഒന്ന് അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ്, മറ്റൊന്ന് അവൻ്റെ ഒഴിവ് സമയത്തെക്കുറിച്ചാണ്. അപ്പം ശരിക്കും സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയമുണ്ട്. ഇപ്പോൾ നമ്മൾ സൈക്കോളജി ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ, മനഃശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ടൈമിനൊക്കെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ, കാരണം കുറേ തിരക്കുകൾ, ഒരു വ്യക്തി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സമയം ഇനി ഒന്ന് ഷെഡ്യൂൾ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചാർട്ട് ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല എന്ന്. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്നുള്ള നിലയ്ക്ക് MIT എന്നൊക്കെ പറയും. ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അത് നമ്മൾ ആദ്യം ചാർട്ട് ചെയ്യും. ഇതൊക്കെ എന്തിനാണ്? സമയം നമുക്ക് ലഭിക്കാനാണ്. ബ്രയാൻ ട്രേസി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ടൈമിനെ ചാർട്ട് ചെയ്യാൻ പറ്റുക, ടൈമിനെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കുമ്പോഴാണ്, സമയത്തിൽ ബർക്കത്ത് ലഭിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മറ്റു കാര്യങ്ങളും, അതായത് ഭൗതിക വിഷയങ്ങൾ നമ്മൾ അതിൽ വ്യാപൃതരാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ, ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങളിൽ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുക. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു പോകും. അവിടെ നമ്മൾ സ്കിപ്പാക്കുന്നത്, ഒഴിവാക്കുന്നതൊക്കെ നമ്മുടെ നിസ്കാരം, സുന്നത്ത് കർമ്മങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഒഴിവാക്കുക. കാരണം അത് പിന്നെയും ചെയ്യുക എന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ എന്നുള്ള നിലക്ക് നമ്മുടെ മറ്റു ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും.
അപ്പൊ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് സമയത്തിന്റെ ബർക്കത്താണ്. സമയം എന്ന് പറയുന്ന ഒരു കാര്യം അള്ളാഹു ആണ് നമുക്ക് സംവിധാനിച്ചെന്നത്. അതിൽ ബർക്കത്ത് ലഭിച്ചാൽ മാത്രമാണ് അതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മൾ തിരക്ക് പിടിച്ച സമയത്തിൽ നിന്ന് കുറച്ച് സമയം മാറ്റി വെക്കുമ്പോൾ ബാക്കിയുള്ള സമയത്തിൽ, അതായത് ഭൗതികമായ കാര്യങ്ങൾക്ക്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മാറ്റി വെക്കുന്ന ആ സമയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് തരും. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് അള്ളാഹിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്, അതായത് സൂറത്ത് ആല ഇമ്രാനിലെ 31-ാമത്തെ വചനം. ആ ആയത്തിൽ അള്ളാഹു തആല പറയുന്നത്, അള്ളാഹുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ റസൂലുള്ളാഹിനെ പിൻപറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് അങ്ങേയറ്റം ഇഷ്ടമാണെങ്കിൽ റസൂലുള്ളാഹിനെ നമ്മൾ പിൻപറ്റുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അത് പിൻപറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അധ്യാപകനെ നമുക്ക് ഏറെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ അധ്യാപകരിൽ നിന്ന് നമ്മൾ കേട്ടുപഠിച്ച, അയാളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റൊരു തലമുറയിലേക്ക്, അതായത് വരുന്ന ഒരു ജനറേഷനിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കും. നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടാവും, അത് കിട്ടാത്തവരിലേക്കും പകർന്നു കൊടുക്കണം. അത് ചിലപ്പോൾ പുസ്തകം വായിച്ചാൽ കിട്ടൂല, ഒരു അധ്യാപകന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച കാര്യങ്ങളായിരിക്കും. അത് മറ്റുള്ള വരുന്ന ഒരു തലമുറക്ക് കൊടുക്കണം. അപ്പോഴാണ് ആ അധ്യാപകനോടുള്ള ഇഷ്ടം, ആ അധ്യാപകൻ പഠിപ്പിച്ച കാര്യങ്ങളോടുള്ള ഒരു ബഹുമാനം നമുക്ക് കടന്നു വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഓരോരുത്തർക്കും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താ? അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരികയും ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കളിതമാശകളിലൂടെ പറഞ്ഞു പോകും. അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടാകും, ദീനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മളത് കേട്ടിട്ടുണ്ടാവും, അത് നമ്മൾ നമ്മളെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. എത്ര വലിയ പ്രതിഫലമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. പുറത്തുള്ള ആൾക്കാർ വിളിച്ചാൽ ചിലപ്പോൾ ഈ ഒരു യുവാക്കളെ അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ള വിദ്യാർത്ഥികളൊന്നും ചിലപ്പോൾ ഓരോ ക്ലാസ്സുകളിലേക്ക്, സെഷനുകളിലേക്കൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കൂട്ടരുടെ ഇടയിൽ നമ്മളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് നമ്മളൊരു ആക്സെപ്റ്റബിൾ ആയിരിക്കും, നമ്മൾ സ്വീകാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ഏറ്റെടുക്കാൻ തയ്യാറാകും. അപ്പോൾ നമുക്ക് ആ വിഷയത്തിൽ അറിവ് വേണം, ധാരണ വേണം. ആ അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? അത് നമ്മളെ തേടി ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കൂല. ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞു, അൽ ഇൽമു യുഅ്താ വലാ യഅ്തി. അറിവ് എന്ന് പറയുന്നത് നിന്നെ തേടി ഇങ്ങോട്ട് വരൂല, നീ അതിനെ തേടി അങ്ങോട്ട് പോകണം. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെ മസ്ജിദ് നബവിയിൽ വിദ്യാർത്ഥികൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി സമയം മാറ്റിവെച്ച് അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നപ്പോൾ ആന്തലുസിൽ നിന്നുള്ള, സ്പെയിനിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നത്, മദീനയിലെത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് മുന്നിലിരുന്നത്. നോക്കൂ നിങ്ങൾ, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ആകട്ടെ, 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആകട്ടെ, 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുജദ്ദിദായിട്ടുള്ള, പരിഷ്കർത്താവായിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാരാകട്ടെ, ഇവരൊക്കെ വിജ്ഞാനം എവിടെയാണോ ഉള്ളത് അവിടേക്ക് യാത്ര ചെയ്തു പോയവരാണ്. നമ്മൾ ഇന്നൊരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞു എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ആ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വിജ്ഞാനം അന്വേഷിച്ച് ഒരു ഹദീസിന് വേണ്ടി പോലും എത്ര ദൂരം യാത്ര ചെയ്തതാണ്. വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് എത്ര ദൂരങ്ങൾ അവർ താണ്ടിയിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, പൂർവികരായ പണ്ഡിതന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, സമകാലികരായിട്ടുള്ള പണ്ഡിതന്മാരുടെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ സമയം മാറ്റിവെച്ച് അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നവരാണ് അവർ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ക്രോഡീകരിച്ചിട്ട് അത് ലോകത്തിന് പരിചയപ്പെടുത്താനുള്ളൊരു വലിയ ഒരു പദ്ധതി സൗദി ഗവൺമെൻറ് ഒരിക്കൽ നടപ്പിലാക്കി. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളോട് അങ്ങനെ ഒരു തീസീസ്, ഒരു റിസർച്ച് പേപ്പർ തയ്യാറാക്കാൻ പറഞ്ഞു. പല ആളുകളും, പണ്ഡിതന്മാരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി. ഇന്ത്യൻ പണ്ഡിതനായിരുന്ന സഫീർ റഹ്മാൻ, ഡോക്ടർ സഫീർ റഹ്മാൻ മുബാറക് ഫൂരിയിലുള്ള സഫീർ റഹ്മാൻ മുബാറക് ഫൂരി ഇന്ത്യൻ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ സമയം മാറ്റിവെച്ച്, സമയം കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ മക്തബയിൽ, ലൈബ്രറിയിൽ ഇരുന്നു. അദ്ദേഹം 4 മാസം അതിനുവേണ്ടി മറ്റു എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ടിരുന്നു. നമ്മളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ മറ്റെല്ലാ കാര്യവും നമ്മൾ സാക്രിഫൈസ് ചെയ്യൂലേ? ഇതേപോലെ തന്നെ പണ്ഡിതന്മാർ
വരുന്നൊരു തലമുറക്ക് ദിശാബോധം കാണിച്ചു കൊടുക്കാനുള്ള സതുദ്ദേശത്തോടു കൂടി മഹാനായ സഫീർ റഹ്മാൻ മുബാറക് ഫൂരി അദ്ദേഹം മാറിയിരുന്നു 4 മാസം. അദ്ദേഹം പറയാണ്, നിസ്കരിക്കാൻ വേണ്ടി മാത്രമാണ് ആ ലൈബ്രറിയിൽ നിന്ന് പുറത്തു പോയത്. ഭക്ഷണം പോലും അദ്ദേഹത്തിന് ലൈബ്രറിയിലേക്ക് കൊണ്ടുവന്നു കൊടുക്കുക ചെയ്തിരുന്നത്. അങ്ങനെ രാവും പകലും കുത്തിയിരുന്ന് പ്രവാചകന്റെ ചരിത്രം ക്രോഡീകരിച്ചുകൊണ്ടുള്ള, അത് വളരെ ബ്രീഫായി വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥം പുറത്തിറക്കി. ഏറ്റവും നല്ല പുസ്തകമായിട്ട് സൗദി ഗവൺമെൻറ് ഒരിക്കലും അത് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ജീവിതത്തിൽ സ്വല്പം പ്രയാസം അനുഭവിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മുടെ ഭൗതിക കാര്യങ്ങളൊന്നും മാറ്റിവെക്കാതെ, അവിടെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകാതെ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്ക് ഇഷ്ടമുണ്ടോ എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ സമയം മാറ്റിവെക്കണം. എന്തിന്? ദീൻ പഠിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കണം. ദീൻ പഠിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കണം. പ്രവാചകന്മാരാരും ഈ ഭൂമുഖത്ത് ഉപേക്ഷിച്ചു പോയത് സ്വത്തുക്കളോ അല്ലെങ്കിൽ സ്വർണമോ വെള്ളിയോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രവാചകന്മാർ ഉപേക്ഷിച്ചത് സ്വർണമോ വെള്ളിയോ അല്ല, അനന്തരമായി ഉപേക്ഷിച്ചത്. നേരെ മറിച്ച് പ്രവാചകന്മാർ ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ അനന്തരമായി ഉപേക്ഷിച്ചു പോയത് വിജ്ഞാനമാണ്, അറിവാണ്. ഫമൻ അഖദഹു, അതുകൊണ്ട് ആരത് സ്വീകരിക്കുന്നുവോ എടുക്കുന്നുവോ, അഖദ ബിഹള്ളിൻ വാഫിർ, അവൻ മഹത്തായ സൗഭാഗ്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. മഹത്തായ സൗഭാഗ്യമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറഞ്ഞത്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന്. എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരോടും യുവാക്കളോടും പ്രായം ചെന്നവരോടും എല്ലാവരോടും ഒരുപോലെ പറയാനുള്ളത്, ഒരുപാട് തിരക്കുകൾ നമുക്ക് പറയാനുണ്ടാകും, ഒരുപാട് തിരക്കുകൾ നമുക്ക് ഉണ്ടാകും. നമ്മളാ 24 മണിക്കൂറിൻ്റെ ഇടയിൽ നിന്ന് ഒരു സമയം ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ടും, അതും ആ പേരിന് വേണ്ടിയിട്ടുള്ള ഇബാദത്തല്ല ഞാൻ പറയുന്നത്, നേരെ മറിച്ച് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന രൂപത്തിൽ ഒരു മനസ്സംതൃപ്തി, അൽഹംദുലില്ലാ ഇന്നലത്തേതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളൊന്ന് ഷെഡ്യൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകളൊന്ന് നമ്മൾ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കത് ഭയങ്കര ഒരു മുന്നേറ്റത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ളൊരു മാർഗമായി, ഒരു ഇന്ധനമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മാറും. അത് പെട്ടെന്ന് മാറ്റുക എന്നുള്ളതും പെട്ടെന്ന് സംഭവിക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ കൊണ്ടുവരിക. പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ താല്പര്യത്തോടെ വരിക. നമ്മളെ മനസ്സെപ്പോഴും പറയും, അതിനിപ്പോൾ പോയിട്ടെന്താ, അതിനിപ്പോൾ പ്രത്യേകിച്ച് അവിടെ പോയിട്ടെന്താ എന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തീരുമാനിക്കുക, അങ്ങനെയല്ല, കുറച്ച് നേരം ഒന്ന് പോയി അറ്റൻഡ് ചെയ്യുക. ഞാൻ ആ 1 മണിക്കൂർ അവിടെ ചിലവഴിച്ചാൽ ബാക്കിയുള്ള സമയത്തിൽ എനിക്ക് ബർക്കത്ത് കിട്ടണം, അങ്ങനെയെങ്കിൽ ഈ 1 മണിക്കൂർ എനിക്ക് പടച്ചവന് വേണ്ടി കൊടുക്കാൻ പറ്റണം. ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയണം. നിങ്ങളിത് ചെയ്തു നോക്കൂ ജീവിതത്തിൽ. നിങ്ങൾ എന്ത് കാര്യമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, വൈവാഹിക ജീവിതം ആയിക്കോട്ടെ, കുടുംബ ജീവിതം ആയിക്കോട്ടെ, സാമൂഹിക ജീവിതം ആയിക്കോട്ടെ, എന്ത് തിരക്കുകളായിക്കോട്ടെ, അതിലൊക്കെ നമുക്കൊരു ബർക്കത്ത് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പടച്ചോന് വേണ്ടിയിട്ടൊരു പ്രയോറിറ്റി അവിടെ കൊടുത്തിട്ട്, ഒരു മുൻഗണന കൊടുത്തിട്ട് നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുക. അപ്പോൾ ഈ പള്ളി കേന്ദ്രീകരിച്ചാൽ എത്ര സംഭവങ്ങൾ, എത്ര നല്ല ക്ലാസ്സുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു വെള്ളിയാഴ്ചയിലെ ഖുതുബ എന്നതിനപ്പുറത്തേക്ക് ഖുർആൻ പഠന സംരംഭങ്ങൾ, ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന സംരംഭങ്ങൾ. ഇനി നമുക്ക് കിട്ടാതെ പോയൊരു കാര്യം, അത് നമ്മളെ കുട്ടിക്ക് കിട്ടണം എന്നൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവൂലേ? അപ്പോൾ മക്കളെ ഏറ്റവും നല്ല സോഴ്സിൽ നിന്ന്, ആധികാരികമായ സ്രോതസ്സിൽ നിന്ന് എൻ്റെ കുട്ടി ദീൻ പഠിക്കണം എന്നാണ് ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കേണ്ടത്. അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നല്ല. നമ്മൾ സ്കൂളിൽ ചേർത്തുമ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിലാണോ നമ്മൾ ചേർത്താൻ വിചാരിക്കുക? അല്ല. ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്കൂൾ എവിടെ നോക്കിയിട്ടല്ലേ നമ്മൾ കുട്ടികളെ ചേർത്തുക. അപ്പം എന്തുകൊണ്ടാണ് കുട്ടിൻ്റെ പരലോകത്തിന് ഉപകാരപ്പെടുന്ന, നമ്മൾ മരിച്ചു പോയാൽ നമ്മളെ കബറിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ എന്നുള്ള ഒരു അറിവും തിരിച്ചറിവും നിലനിൽക്കണമെങ്കിൽ ശരിയായ സ്രോതസ്സിൽ നിന്ന് ദീന് പഠിപ്പിക്കുന്ന, ആ രീതിയിൽ മക്കളെ പരിചരിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾ കൊണ്ടുപോയി ആക്കണം. നമുക്കിവിടെ ഉണ്ടല്ലോ, നമുക്കിവിടെ ഉണ്ട്. അപ്പം ഞാൻ പറയണത്, നമ്മൾ രക്ഷിതാക്കൾ അതിന് മുൻകൈ എടുത്തില്ലെങ്കിൽ പിന്നെ ആരാണ് നിനക്ക് മുൻകൈ എടുത്ത് മുന്നോട്ട് വരിക? ഈ ഒരു കാര്യത്തിൽ നമ്മൾ അല്പം സ്വാർത്ഥത കാണിക്കണം. എന്തായാലും ഞാൻ സമയം കണ്ടെത്തി ഇത് പഠിക്കാൻ ഒരുങ്ങും, ദീന് പഠിക്കാൻ ഞാൻ സമയം കണ്ടെത്തും. അപ്പോൾ നമ്മൾ യാത്രയിലാണ് നിൽക്കുക. എന്നാൽ യാത്രയിലൂടെ ദീന് പഠിക്കാൻ എന്തെല്ലാം അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. നമ്മൾ ജോലി സ്ഥലത്താണ്, എന്നാൽ ഒരു ഹെഡ്സെറ്റ് വെച്ച് വയർലെസ് എയർപോഡും വെച്ചിട്ട് ഇന്ന് ക്ലാസ്സുകൾ കേൾക്കാൻ സൗകര്യങ്ങളില്ലേ? കേൾക്കുന്ന ക്ലാസ്സുകളും ദർസുകളും എല്ലാം ശരിയായ സ്രോതസ്സിൽ നിന്നാണ് എന്ന് എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തുക.
ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറയാണ്, ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിലുള്ള മജ്ജയും മാംസവും പോലെയാണ്. അത് എത്രത്തോളം ശരീരത്തിന് ആവശ്യമാണ്, നമ്മുടെ ജീവൻ ആവശ്യമാണ്, അതേപോലെ തന്നെയാണ് ഇൽമും. നിന്റെ ആത്മാവിന് അത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ നിന്നാണ് സ്വീകരിക്കുന്നത് എന്ന് നോക്കണം. ഇൽമു പഠിക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് അത് എവിടെ നിന്നാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതും. ആ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റു എന്ത് കാര്യത്തിലും, നമ്മുടെ ബിസിനസ്സിൽ, വ്യക്തി ജീവിതത്തിലൊക്കെ ബർക്കത്ത് ലഭിക്കണം നമുക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ. ഇന്നു മുതൽ യുവാക്കളാകട്ടെ, വിദ്യാർത്ഥികളാകട്ടെ, എല്ലാവരോടും ഞാൻ പറയുന്നത്, നമ്മളെ പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന നല്ല സംരംഭങ്ങളിൽ, ക്ലാസ്സുകളിലൊക്കെ നമ്മളൊന്ന് വന്നിരിക്കുക. നമ്മളെ മനസ്സ് പലപ്പോഴും പറയും അതിപ്പോൾ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, എന്തിനാണ് ഇപ്പോൾ പോകണമെന്നൊക്കെ. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ തീരുമാനിക്കുക, നമ്മളത് ചെയ്ത് മുന്നോട്ട് വരിക. ഞാൻ അവിടെ ഇരിക്കും, ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ ഞാൻ സന്നദ്ധമാണ് ഇരിക്കാൻ എന്ന് നമ്മൾ തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഇഷ്ടവും റബ്ബിൻ്റെ ബർക്കത്തും നമുക്ക് ലഭിക്കാൻ കാരണവും. അള്ളാഹിൻ്റെ ബർക്കത്ത് നമുക്ക് ലഭിച്ചാൽ അത് മതി. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു തുറവി ലഭിക്കും. നമ്മളൊരു പ്രയാസത്തിലായി എന്ന് തോന്നുമ്പോഴേക്ക് അവിടെ നമുക്കൊരു വാതിൽ തുറന്നു കിട്ടും. അത് ഉറപ്പാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇല്ലാത്ത സമയം നമ്മൾ തിരക്കുകൾക്കിടയിലും അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി, റബ്ബിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങോട്ടും പരിഗണിക്കും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ തിരിച്ചും സഹായിക്കും. നിങ്ങളുടെ കാൽപാദങ്ങൾ അള്ളാഹു തആല പിടിച്ചു നിർത്തി തരും. അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമുക്ക് ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള തോക്കത്തും തൗഫീഖും തരും. ഹിദായത്ത് നിലനിർത്തി തരും. മാത്രവുമല്ല, പതറിപ്പോകുന്ന, ചെതറിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. മനസ്സ് ചെതറുന്നു എന്ന് തോന്നുമ്പോൾ, മനസ്സ് പതറുന്നു എന്ന് തോന്നുമ്പോൾ ആ മനസ്സിനെ സംവിധാനിച്ച റബ്ബ് നമുക്ക് അത് നിലനിർത്താൻ, അത് ശരിയായ രൂപത്തിൽ അതിനെ കൊണ്ട് നടക്കാനുള്ള ഒരു തൗഫീഖ് തരും. എന്തുകൊണ്ട്? നമ്മൾ അള്ളാഹിനെ സഹായിച്ചിട്ടുണ്ട്, അള്ളാഹിൻ്റെ ദീനിനെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു തആല പഠിപ്പിച്ച അധ്യാപനങ്ങളെ നമ്മൾ വളരെ താല്പര്യത്തോടെ, ഇഷ്ടത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു തിരിച്ചും നമുക്ക് സഹായം നൽകും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന സച്ചരിതരായ അടിമകളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും സദാസമയവും നമ്മളിലെല്ലാം വർഷിക്കുമാറാകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒന്നാമത്തെ മറുപടി അസ്സലാത്തു അലാ വക്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതുകൊണ്ട് കൂടുതലൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ച പ്രവാചകന്മാരിലെ അവസാനത്തെ ദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തോട് പറയുന്നത് അസ്വലാത്തു അലാ വക്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. രണ്ടാമത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. മൂന്നാമത്തെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു വൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. ഖുർആനിൻ്റെ 49-ാമത്തെ അധ്യായം സൂറത്ത് ഹുജറാത്തിൻ്റെ 15-ാമത്തെ വചനാണ്. അതിൽ അള്ളാഹ് പറയാണ്, തീർച്ചയായും സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു. സുമ്മ ലം യർതാബു, പിന്നീട് അവർക്കതിൽ യാതൊരുവിധ സംശയവുമില്ല. വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ അവർ സ്വത്തുകൊണ്ടും ശരീരം കൊണ്ടും അടരാടുന്നവരാണ്, ധർമ്മസമരം നിർവഹിക്കുന്നവരാണ്, കഠിനമായി പരിശ്രമിക്കുന്നവരാണ്. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവർ തന്നെയാണ് സത്യവാന്മാർ. അപ്പോൾ സത്യവാന്മാരാരാണ്? അള്ളാഹു തആല വിശേഷിപ്പിച്ചത് അള്ളാഹിൻ്റെ മാർഗത്തിൽ
ധർമ്മസമരം നിർവഹിക്കുന്ന, അള്ളാഹുവിലും റസൂലിലും അടിയുറച്ചു വിശ്വസിക്കുന്ന, പിന്നീട് അതിൽ യാതൊരുവിധ സംശയവും പ്രകടിപ്പിക്കാത്ത ഒരു ജനവിഭാഗം വിശ്വാസികളിൽ നിന്ന്, അവരാണ് യഥാർത്ഥ സത്യസന്ധന്മാർ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവിടെയും അള്ളാഹ് വിശേഷിപ്പിച്ചത് വജാഹദു ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാ, അവരവരുടെ ശരീരം കൊണ്ടും സമ്പത്തുകൾ കൊണ്ടും അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നിർവഹിക്കുന്നവരാണ്. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് മൂന്നാമതാണ് റസൂലുള്ളാഹ് പറഞ്ഞത് എന്ന് കരുതി അതിന് പ്രാധാന്യമില്ല എന്നല്ല. അതിന് മുമ്പ് പറഞ്ഞ 2 കാര്യങ്ങളും നോക്കൂ നിങ്ങൾ. ഒന്ന്, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക. രണ്ടാമതായി പറഞ്ഞത് വബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. ഇത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹിൻ്റെ ഇഷ്ടം നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു ലക്ഷ്യം, ഒരു കാര്യം. കാരണം അള്ളാഹിൻ്റെ തൃപ്തി കിട്ടുക, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിന് ഒരു തൃപ്തി വേണം. അതായത് ഇപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കവിതയുണ്ട്. ആ കവിത ഇങ്ങനെയാണ്: ഇദാ മാ കുൻത ഖൽബിൻ ഖനൂഅത്തിൻ, സംതൃപ്തി അടയുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് നീ എങ്കിൽ, വഅൻത വമാലികി ദുനിയാ സവാ, നീ ദുനിയാവിലെ ഒരു രാജാവിന് സമമാണ്. നേരെ മറിച്ച് എത്ര ഖൈർ ലഭിച്ചിട്ടും എത്ര ഭൗതികമായി നിഅമത്തുകൾ ലഭിച്ചിട്ടും എന്താ ചെയ്യുക, ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോവാണ് എന്നുള്ള വർത്തമാനം ഉണ്ടല്ലോ, ഈ നന്ദികേടിൻ്റെ വർത്തമാനം, അത് നിർത്തിയിട്ട് അൽഹംദുലില്ലാ പടച്ചോൻ എനിക്ക് ഒരുപാട് തന്ന്, ഉള്ളത് കൊണ്ട് ഞാൻ വളരെ സംതൃപ്തനാണ് എന്നുള്ള രൂപത്തിലേക്കൊന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ, അതിൻ്റെ അർത്ഥം നമ്മൾ ഭൗതികമായിട്ട് പരിശ്രമങ്ങൾ നടത്തണ്ടെന്നോ മുന്നോട്ട് പോകണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എത്ര ഹൈറുകൾ ജീവിതത്തിൽ ലഭിച്ചാലും അത് പടച്ചോൻ തന്നതാണ് നിങ്ങളുടെ ഉൾക്കൊള്ളൂല്ല, അത് നാവുകൊണ്ട് പറയില്ല. മാത്രമല്ല ചോദിച്ചാൽ അപ്പം ഈ പറയുന്ന രീതിയിലുള്ള പായേരായിരിക്കും. അങ്ങനെ തട്ടിമുട്ടിയിട്ടുള്ളൊരു ജീവിതമാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ദുനിയാവിൽ എന്തെല്ലാം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര ഹൈറിലാണ്. ലാ തൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്കൊന്ന് നോക്കൂ. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കും. അതായത് ഭൗതിക വിഷയത്തിൽ അവർക്ക് എന്നെക്കാളും കിട്ടിയില്ലേ, എനിക്ക് അത്ര കിട്ടിയില്ലല്ലോ, അങ്ങനെയല്ല, അൽഹംദുലില്ലാ എനിക്ക് ഇത്ര കിട്ടിയില്ലേ എന്ന് ചിന്തിക്കുക. എന്നാൽ ഉഖ്റവിയായ വിഷയത്തിലാണെങ്കിലോ അവരെന്നെക്കാളും കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ആ ബർക്കത്തിൻ്റെ കാരണം തന്നെ അവർ ജീവിതത്തിൽ കുറേ റബ്ബുമായിട്ട് അടുക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ അതിനേക്കാളും കൂടുതൽ അടുക്കണം, ഈ ഒരു സ്വാർത്ഥ ചിന്ത നമുക്കുണ്ടാവണം. അവരെക്കാളും മുന്നിലെത്തണം, ആരും അറിയാതെ കുറേ നന്മകൾ എനിക്ക് പ്രവർത്തിക്കണം, അതിലൂടെ കുറേ പ്രതിഫലം നേടിയെടുക്കണം. ഇങ്ങനത്തെ ഒരു സ്വാർത്ഥമായ താല്പര്യവും സ്വാർത്ഥമായ ചിന്താഗതിയും നമുക്ക് ഉഖ്റവിയായ വിഷയത്തിൽ, പരലോകത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാവണം. ദുനിയാവിൻ്റെ വിഷയത്തിൽ അങ്ങനല്ല. അവിടെ മത്സരബുദ്ധിയല്ല, അവിടെ നമുക്ക് ആവാം. ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ ഖൈർ ലഭിക്കാൻ, നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകാനൊക്കെ ഹലാലായ മാർഗത്തിലൂടെ നമുക്ക് എത്രയും പ്രവർത്തിക്കാം. കാരണം പരിശുദ്ധ ഖുർആൻ അത് പരിചയപ്പെടുത്തി തന്നതാണ്. വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു തആല കച്ചവടത്തെ നിങ്ങൾക്ക് ഹലാലാക്കി, അതുകൊണ്ട് തന്നെ ഭൗതികമായി നമുക്ക് എത്രയും സമ്പാദിക്കാം ഹലാലായ രൂപത്തിൽ. വഹറമ റിബ എന്നാൽ അല്ലാഹു തആല ഹറാമാക്കി, പലിശയെ ഹറാമാക്കി എന്ന് സൂറത്തു ബഖറ 2-ാം അധ്യായത്തിലെ 275-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആത്യന്തികമായിട്ട് ജീവിതത്തിൻ്റെ എന്ത് ഘട്ടത്തിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹിൻ്റെ തൃപ്തി അതെനിക്ക് കിട്ടണം, അതെനിക്ക് നേടിയെടുക്കാൻ പറ്റണം. അത് ലഭിച്ചാൽ ബാക്കിയുള്ള എല്ലാം അതിൻ്റെ പിന്നാലെ നമുക്ക് വന്നുകൊണ്ടിരിക്കും, എല്ലാം വന്നുകൊണ്ടിരിക്കും. പ്രത്യക്ഷത്തിൽ നമുക്ക് പ്രയാസമാണ് എന്ന് തോന്നുന്ന ഘട്ടങ്ങളെപ്പോലും മറികടന്നിട്ട് ഖൈറുകൾ നമ്മുടെ ജീവിതത്തിൽ വരും, അത് ഉറപ്പായിട്ടും വരും. കാരണം എന്താണ്? അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ, റബ്ബിൻ്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ അള്ളാഹു വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കണം. അത് അള്ളാഹുവിന് നൽകുന്ന ഇബാദത്തുകളുടെ കാര്യത്തിലാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും. അതുകൊണ്ട് പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നടക്കുന്ന ഒരുപാട് വൈജ്ഞാനികമായ കാര്യങ്ങൾ, അത് നമ്മുടെ ഭൗതിക ജീവിതത്തിലും ഉപകരിക്കും. ഉഖ്റവിയായ ജീവിതത്തിന് വേണ്ടി പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് പലയിടത്തുനിന്നും കിട്ടും, പക്ഷെ ഉഖ്റവിയായ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ എല്ലായിടത്തൊന്നും കിട്ടൂല. അത് വേണ്ടപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു തരണം. അത് കിട്ടണം എന്നുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, പരിഷ്കരണങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വീഴ്ചകളും പോരായ്മകളും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ദീന്, വിജ്ഞാനം അറിയാനുള്ളൊരു ശ്രമം നടത്തുക വേണം.
അപ്പോൾ അത്തരം സദസ്സുകളിലെല്ലാം വളരെ താല്പര്യത്തോടു കൂടി നമ്മൾ മുന്നിട്ടിറങ്ങുക. ഇനി നമ്മളുടെ ഒരു പ്രസൻസ് അവിടെ രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും അത്തരം പദ്ധതികളുടെ അല്ലെങ്കിൽ ദീനിയായ സംരംഭങ്ങളുടെ വിജയത്തിന് എന്നാലാകും വിധം എന്ത് ചെയ്യാൻ പറ്റുമോ അതെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതൊന്നും വെറുതെ അല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതെല്ലാം നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ചെറിയ പരിശ്രമം, വലിയ പ്രോഫിറ്റ്. മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഖബറിലേക്ക് തന്നെ, നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ വരുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മുന്നോട്ട് പോകുന്ന സച്ചരിതരായ അടിമകളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായി, രഹസ്യമായും പരസ്യമായും, അറിഞ്ഞും അറിയാതെയുമായി നാം ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ തിന്മകളും പാപക്കറകളും വീഴ്ചകളും പോരായ്മകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടബാധ്യതകൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പട്ടിണി, ദാരിദ്ര്യം, കടബാധ്യതകൾ, പ്രയാസങ്ങളെല്ലാം അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവർക്ക് നമുക്കുമൊക്കെ നല്ല ആയുസ്, ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉള്ള ആയുസ് പരമാവധി നമുക്ക് പരലോകത്ത് ഉന്നതമായ വിജയം നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു മഹാസൗഭാഗ്യം, തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കൂടിയ പോലെ തന്നെ നാളെ റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലി നഷ്ടപ്പെട്ടും സാമ്പത്തികമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് കൂട്ടർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. പ്രത്യക്ഷത്തിൽ അവരെ കണ്ടാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അവസ്ഥ ആരും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബ് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ഫിലസ്തീനിൽ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ അല്ലാഹു തആല അവർക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുകയും അക്സയുടെ അകത്തെ പള്ളിയിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള വിജയം ആ ജനതക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك.